1989 ഒരു മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യുന്നു. അത് മലയാള സിനിമയുടെ ഐക്കണായി മാറുന്നു. മലയാള സിനിമയുടെ എക്കാലത്തെയും ക്ലാസിക്കൽ ഹിസ്റ്റോറിക്കൽ മൂവിയായി ഒരു വടക്കൻ വീരഗാഥ മാറുമ്പോൾ മമ്മൂട്ടിയും MT വാസുദേവൻ നായരും ഒന്നിച്ച ഈ ചിത്രം ആ കാലത്തെ നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും വാരിക്കൂട്ടി. ഈ ചിത്രം വീണ്ടും ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. അന്ന് കണ്ട ആ ചിത്രം വീണ്ടും 4Kയിൽ തിയേറ്ററുകളിലെത്തുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയാൻ പുതിയ തലമുറയ്ക്ക് അന്നത്തെ ആ സിനിമ പരിചയപ്പെടുത്താൻ തിയേറ്ററുകളിലെത്തിയപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഈ സിനിമയെ സ്വീകരിച്ചു. കണ്ടവരെല്ലാം മികച്ച അഭിപ്രായമാണ് ചിത്രത്തിനെ പറ്റി പറയുന്നതും. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ 4Kയിൽ റിലീസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തില്ല. നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ തന്നെ ബിഗ് സ്ക്രീനിൽ വീണ്ടും തെളിഞ്ഞു ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടിയുടെ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം, ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ചിത്രം അത് മമ്മൂട്ടി ചിത്രമായത് കൊണ്ടല്ല, എല്ലാതര പ്രേക്ഷകരും കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയായതുകൊണ്ട്, മലയാളത്തിലെ ക്ലാസിക്കൽ മൂവി ആയതുകൊണ്ട്. ഇപ്പോൾ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ 42 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. കൂടാതെ GCCയിൽ നിന്ന് 16.2 ലക്ഷം രൂപയും കളക്ട് ചെയ്തു. റിലീസ് ചെയ്ത ദിവസം ചിത്രത്തിന് തണുപ്പൻ പ്രതികരണമായിരുന്നു ലഭിച്ചത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തിയേറ്ററുകൾ കൗണ്ടുകൾ കൂടുകയും ഷോകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. അതിനാൽ കളക്ഷന്റെ കാര്യത്തിലും മുന്നേറ്റമുണ്ടായി. എന്നാൽ റിലീസുകളിൽ രാജാവായി നിൽക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെയാണ്. മോഹൻലാൽ സിനിമകൾ കോടികൾ തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടുമ്പോൾ മമ്മൂട്ടി സിനിമകൾ കിതയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ഒരു വടക്കൻ വീരഗാഥ മാറുകയാണ്. ഈ ചിത്രം എത്ര കോടി രൂപ കളക്ട് ചെയ്യും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇനിയും തിയേറ്ററുകളിൽ ഈ ചിത്രം കുറച്ച് ദിവസങ്ങൾ കൂടി റൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിർമ്മാതാക്കൾക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടും ഈ ചിത്രത്തിലൂടെ, അത് ഉറപ്പാണ്. ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമ്പോൾ അത് തിയേറ്ററുകളിൽ കളക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നിർമ്മാതാക്കൾ ഒരുക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതാണ് റിപ്പീറ്റ് വാല്യൂ പോലുമില്ലാത്ത സിനിമകൾ വീണ്ടും റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്. എന്തായാലും റിലീസിൽ രാജാവായി ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ മറ്റ് ഏതെങ്കിലും സിനിമകൾക്കാകുമോ? നിങ്ങൾക്കറിയുമെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.